ആ സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടുണ്ട്. അതെ, അത് എന്തോരം പുതുമയായിട്ട് ചെയ്യാമെന്നുള്ളതാണ് ആസിഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ല കൺവിൻസിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു റെപ്യൂട്ടേഷൻ ഫീൽ ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ ആസിഫിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് പടം ഒരു ഡീസൻറ്റ് വാച്ചായിട്ട് തോന്നി. ഒരു വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ലൊരു പടമാണിത്. ആ ഒരു ക്രൈം നടന്ന ക്രൈമിലേക്ക് എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിച്ചേരും, ആ ഒരു ടൈപ്പുള്ള പടമാണത്. അതുകൊണ്ട് നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അതെ, അതൊക്കെ ആക്ച്വലി കണ്ടപ്പോൾ ഒരു സന്തോഷമായിരുന്നു. കാരണം 1985 കാതോരത്തിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ നടക്കുന്നൊരു കഥയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സിനിമയ്ക്കുള്ളിലെ സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അതൊന്നും അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൽ നല്ല രീതിയിൽ തന്നെ അത് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് നല്ലൊരു എഴുത്തിൻ്റെ ഗുണം കൂടിയാണ്. നല്ല പ്രൊഡക്ഷൻ ഡിസൈനും നമ്മൾ ആ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും കല്ലേടി തോന്നാതെ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡായിട്ട് നല്ല മേക്കിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിരുന്നു. ആ ഒരു ക്യാരക്ടറാണ് മെയിനായിട്ട് സിനിമയിലുള്ളത്. ഫ്ലാഷ് ബാക്ക് സീൻസിലെല്ലാം മനുഷ്യർ നന്നായിട്ട് വരുന്നുണ്ട്. നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു പുള്ളിക്കാരൻ. ഇപ്പോൾ അനശ്വര ഒരുപാട് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ഫ്ലാഷ് ബാക്കുകളിലുള്ള സീനുകൾ, പഴയ കാലത്ത് കാണിക്കുന്ന സീനിലൊക്കെ വളരെയധികം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലറിൽ കണ്ടു, അതുപോലെ പ്രണയവിലാസത്തിൽ കണ്ടു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു മോഡേൺ റോള് കൊടുത്താലും അവർ നല്ല ഈസി ആയിട്ട് പുൾ ഓഫ് ചെയ്യും. അപ്പോൾ അത്രയും നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആക്ട്രസ്സാണ് അവർ. നമുക്ക് ഇനിയും കുറേ സിനിമകൾ പ്രതീക്ഷിക്കാം അവരുടെ അടുത്ത് നിന്ന്.